ഹലോ. ഇൻഫ്ലമേഷൻ, വെയിറ്റ് ലോസ്, ഡയറ്റ്, റിസ്ട്രിക്ഷൻ ഇതൊക്കെ ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്നത് എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്? ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് എല്ലാം പോകുമോ? അത് തന്നെയാണോ ചെയ്യേണ്ടത്? ഇപ്പം എല്ലാവരുടെയും സെർച്ചിങ് ഇതാണ്, ഏതാണ് ഞാൻ ഡയറ്റിൽ നിന്ന് റിസ്ട്രിക്ട് ചെയ്യേണ്ട ഫുഡ് ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ, ഏത് ഡീടോക്സ് ഡ്രിങ്ക് കുടിച്ചാലാണ് ഇൻഫ്ലമേഷൻ പോവുക? അപ്പോൾ ഇൻഫ്ലമേഷൻ വലിയൊരു ടാഗ് ലൈൻ ആയിട്ടുണ്ട് ഇപ്പോൾ. എന്താണ് ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലമേഷനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നത്, ആദ്യം അതിനെ കട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഡീടോക്സ് ഡ്രിങ്ക് കുടിച്ചോ അല്ലെങ്കിൽ അതിന് ചികിത്സിച്ചോ നിങ്ങളുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റെജിമെന്റ്സും പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെന്റ്, പ്രോപ്പർ സ്ലീപ്പ്, ഇതെല്ലാം കൂടെ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ. ഇത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചികിത്സിച്ചു തുടങ്ങാൻ ഇൻഫ്ലമേഷനെ. സോ പ്ലീസ് ഡു ഫോളോ യുവർ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ.